അപ്പോൾ ആദ്യം ടി സി പി പ്രോട്ടോകോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ടി സി പി പ്രോട്ടോകോൾ ബേസിക്കലി നമ്മുടെ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതായത് ആപ്ലിക്കേഷൻസ് തമ്മിൽ എങ്ങനെ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതമാണ് ഈ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ബേസിക്കലി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോകോളാണ് ടി സി പി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടി സി പിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ അപ്പുറത്ത് എത്തിയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തും. അതാണ് ടി സി പിയുടെ വേറൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം ടി സി പി വെരിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഡേറ്റ സെൻഡ് ചെയ്യുമ്പം ആ ഡേറ്റ കൃത്യമായിട്ട് അപ്പുറത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഷുറൻസ് എങ്കിലും നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു റിലയബിൾ ഡേറ്റ ട്രാൻസ്മിഷൻ മെക്കാനിസമാണ് ടി സി പിക്ക് ഉള്ളത്. പിന്നെ ടി സി പി എപ്പോഴും ഒരു കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലയന്റ് സെർവർ അല്ലെങ്കിൽ സെൻഡർ റിസീവർ എന്നുള്ള രീതിയിലുള്ളൊരു കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണ്. അപ്പോൾ വൺസ് ഒരു കണക്ഷൻ സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഡേറ്റ എക്സ്ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇവർ ആദ്യം ഒരു കണക്ഷനാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ആ കണക്ഷൻ സെറ്റായി കഴിഞ്ഞതിന് ശേഷം ആണ് ഡേറ്റ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആ കണക്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ഡേറ്റ ട്രാൻസ്മിഷൻ എല്ലാം അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടി സി പി കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടൊരു മെക്കാനിസമാണ്. പിന്നെ ഇങ്ങനൊരു കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് എറർ ചെക്കിങ്ങും പോസിബിൾ ആണ്. ഇപ്പം ഞാനിപ്പം ഇവിടുന്ന് ഒരു 10 പാക്കറ്റ് ഡേറ്റ അടുത്ത ഒരു പോയിന്റിലോട്ട് അയച്ചു അല്ലെങ്കിൽ ഒരു ഡിവൈസിലോട്ട് അയച്ചു. അപ്പം എന്നുവെച്ചാൽ ഡിവൈസ് എയിൽ നിന്ന് ഡിവൈസ് ബിയിലോട്ട് അയച്ചു. അപ്പോൾ ഈ 10 പാക്കറ്റും അവിടെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ 10 പാക്കറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും പാക്കറ്റ് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത പാക്കറ്റ് കറക്റ്റായിട്ടല്ലേ അല്ലെങ്കിൽ അതേ സെയിം പാക്കറ്റ് കറക്റ്റ് ആവാത്ത പാക്കറ്റാണോ അപ്പുറത്ത് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അത് വെച്ചിട്ട് ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ ഇടയ്ക്കിരുന്ന് ആരെങ്കിലും ഈ പാക്കറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ടി സി പിയുടെ മെക്കാനിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, രണ്ടാമത് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണ്, അതേപോലെ തന്നെ ഇതിനകത്ത് എറർ ചെക്കിംഗ് മെക്കാനിസവും കാര്യങ്ങളെല്ലാം ഉള്ളൊരു പ്രോട്ടോകോളാണ് ടി സി പി എന്ന്